അവൻ എങ്ങനെയാണ് ഹ്യുക്സുവിനെ കുറിച്ച് അറിയാവുന്നതെന്ന സംശയത്തിലായിരുന്നു ചിൻസങ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഈജയും ചിൻസങ് ശരിക്കും ആരായിരുന്നു എന്ന കാര്യമൊക്കെ സെൽമേറ്റ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവൻ സ്കൂളിൽ അറിയപ്പെടുന്ന ഒരു ബുള്ളിയായിരുന്നു. അവനും ഒരു കുട്ടീനെ ഒരുപാട് ഉപദ്രവിക്കുകയും ഒടുവിൽ ആ കുട്ടി സൂയിസൈഡ് ചെയ്യുന്നതിന്റെ അടുത്ത് വരെ എത്തുകയും ചെയ്തതാണ്. പിന്നീട് ആ കുട്ടി കാരണം ഇവന്റെ ബുള്ളി സ്ഥാനമൊക്കെ നഷ്ടപ്പെടുകയും ഇവനെ പലരും ബുള്ളി ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്കും ആ കുട്ടിയോടുള്ള ദേഷ്യം കാരണം ഇവൻ ആ കുട്ടീനെ പിറകിൽ നിന്നും ഇഷ്ടിക്കൊക്കെ അടിച്ചു കൊന്നതായിരുന്നു. ഇപ്പോൾ ആകട്ടെ അവൻ സൈക്കോപാത്ത് കില്ലർ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നു. ഇങ്ങനെ ഒരാളെ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈജെ നിൽക്കുന്നത്. നിങ്ങൾ ആരും അവനാൽ പറ്റിക്കപ്പെടരുതെന്നൊക്കെ പറഞ്ഞ് ഈജെ പോയി ഇരിക്കുമ്പോഴത്തേക്കും കൂടെയുള്ള സെൽമേറ്റ്സ് എല്ലാവരും ചേർന്നിട്ട് ജിൻസങ്ങിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അവർ പിന്നീട് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ജിൻസങ് മാത്രമായിട്ട് ഫുഡ് കഴിക്കാതൊക്കെ ഇരിക്കുന്നു. ഈജയും അവനോട് കഴിക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവൻ അപ്പോഴും ഫുഡൊന്നും കഴിക്കാതെ ഇരിക്കുമ്പോഴത്തേക്കും ഒരാളാകട്ടെ ഒരു മീനൊക്കെ അവന്റെ മുമ്പിലേക്ക് വലിച്ചെറിയുകയും മുള്ളു പോലും ബാക്കി വെക്കാതെ മുഴുവനായിട്ട് നീ ഇത് കഴിച്ചു തീർക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അവനും അവരെ പേടി ആയതുകൊണ്ട് തന്നെ ആ മീൻ മുഴുവനായിട്ടൊക്കെ കഴിക്കുന്നു. ഈജയും ഗ്രൗണ്ടിലേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവരുടെ സെൽമേറ്റ്സ് അവനെ ഉപദ്രവിക്കുന്നതൊക്കെ ഈജ കാണുന്നുണ്ട്. അവൻ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഈജയും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇനി ഈജ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു മിഷനൊക്കെ ലൂസാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നും ബ്ലേഡൊക്കെ തെറിച്ചു വീഴുന്നു. ഈജ പെട്ടെന്നത് ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അവനിട്ട് ബ്ലേഡ് കൊള്ളാതിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ബ്ലേഡ് തെറിച്ചു വന്ന് മറ്റൊരാളുടെ മേത്തേക്കൊക്കെ ആയിരുന്നു കൊള്ളുന്നത്. എന്തായാലും ഈജ കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ട് തന്നെ അവനെ സേഫായിട്ടൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. പക്ഷേ നീ ഇപ്പോൾ അവനെക്കുറിച്ചല്ല മറിച്ച് നിന്നെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആയുധങ്ങളുമായിട്ട് അവിടെ കുറെ പേര് നിൽക്കുന്നതൊക്കെ ഈജയുടെ ശ്രദ്ധയിലും പെടുകയാണ്. അങ്ങനെ ഇരിക്കെ ഈജയുടെ കൂടെ ഉണ്ടായിരുന്ന ജിയങ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ആര് പറഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ എന്നെ ഉപദ്രവിക്കാനായിട്ട് പോകുന്നതെന്നൊക്കെ ഈജ ചോദിക്കുന്നുണ്ട്. നിന്റെ ക്ലയന്റിനെ നിനക്കല്ലേ അറിയാവുന്നതെന്നൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും നേരത്തെ ആ ഒരു അഡ്വക്കേറ്റിന്റെ മുഖമായിരുന്നു ഈജയുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അത്രയും പേര് കൂടിയിട്ട് ഈജനെ ഉപദ്രവിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഈജയുള്ള ബോഡിയുടെ ഓണറൊക്കെ ഒരു MMA ഫൈറ്റർ ആക്കുവാനായിട്ട് ആഗ്രഹിച്ച ആളാണല്ലോ. അതുകൊണ്ട് തന്നെ അത്രയും പേരെ നിസ്സാരമായിട്ടൊക്കെ അവനെ ഇടിച്ചിടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവനുള്ള ബോഡിയുടെ ഓണറൊക്കെ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടക്കുന്ന ഒരാളാണ്. മാത്രമല്ല അവന്റെ പ്രായവും കുറവാണ്, നല്ലപോലെ തന്നെ ശക്തിയുമുണ്ട്. താൻ ഈ ഒരു ബോഡിയിലെങ്കിലും സർവൈവ് ചെയ്യുമെന്ന വിശ്വാസമൊക്കെ ആയിട്ട് അവൻ നിൽക്കുമ്പോഴത്തേക്കും ജിയങ്ങും ഒരു വലിയ കമ്പി കഷ്ണമൊക്കെ ആയിട്ട് അവിടേക്ക് ഓടിയെത്തുന്നു. ഈജ ഒറ്റയ്ക്ക് അത്രയും പേരെ തോൽപ്പിച്ച കാഴ്ചയ്ക്ക് ആയിരുന്നു ജിയങ്ങും കാണുന്നത്. ഈ ഒരു ജയിലിലേക്കൊക്കെ എത്തിപ്പെട്ടതിനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും ജിയങ്ങിന് വല്ലാത്ത കുറ്റബോധമുണ്ടായിരുന്നു. ഇനി അതിനെക്കുറിച്ചൊക്കെ ഈജയോട് ചോദിക്കുമ്പോഴത്തേക്കും അവൻ സ്വന്തം കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം തനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല എന്നൊരു തോന്നലായിരുന്നു ഈജയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ മരണത്തിന്റെ ട്രാപ്പിലായി പോയിട്ടുണ്ടായിരുന്ന അവനാകട്ടെ ഈ ഒരു ജയിലിലൊക്കെ കിടക്കുമ്പോഴത്തേക്കും താൻ ഇങ്ങനെ ഒന്നും ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു എന്നൊരു കുറ്റബോധമൊക്കെ അവനും തോന്നി തുടങ്ങിയിരിക്കുന്നു. താൻ തൻ്റെ തന്നെ ജീവിതം ഇല്ലാതാക്കിയെന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ശരിക്കുമുള്ള നരകമൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി തനിക്ക് ജീവിച്ചിരിക്കാതെ മറ്റൊരു മാർഗങ്ങളും ഇല്ല എന്ന കാര്യവും ഈജ പറയുന്നു. ഈ ഒരു സത്യങ്ങളെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും ഒരുപാട് വൈകി പോയിരിക്കുന്നു. പക്ഷെ നിനക്ക് സമയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈജ അവനെ സമാധാനിപ്പിക്കുന്നു. രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോഴത്തേക്കും ചിൻസങ് മാത്രം എണീറ്റ് വന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ബ്രഷിനൊക്കെ അവൻ ഒരുപാട് മൂർച്ച കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമെന്ന കാര്യമൊക്കെ ഈജയ്ക്ക് ഉറപ്പായിരുന്നു. അവൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും അവനെ കൊല്ലുവാനുള്ള ദേഷ്യമൊക്കെ ഈജയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 10 ബില്യനൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇവനെ ഒരു ശല്യമാക്കി കൂടെ കൂട്ടുവാനായിട്ട് ഈജ തയ്യാറായിരുന്നില്ല. ഞാൻ നിന്നെ തല്ലിയപ്പോൾ നിനക്ക് വേദനിച്ചോ? ടൈസങ് തല്ലിയതിനേക്കാളും വേദന കൂടുതലായിരുന്നോ ഇതേ എന്നൊക്കെ ഈജയും അവനോട് ചോദിക്കുകയാണ്. ഈ ടൈസൊക്കെ എന്ന് പറയുന്നത് ക്ലാസ്സിലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളി ആയിരുന്നു. അവനെ എങ്ങനെയാണ് നിനക്ക് അറിയാവുന്നതെന്നൊക്കെ ചിൻസങ്ങും അവനോട് ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് അവൻ മറ്റൊരു കാര്യമായിരുന്നു പറയുന്നത്. എൻ്റെ അമ്മ ഒരു മന്ത്രവാദിനിയാണ്. അതുകൊണ്ട് തന്നെ മരിച്ച ആൾക്കാരെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. നിന്റെ പിറകിൽ തന്നെ ഹ്യുങ്സു ഉണ്ട് എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ചിൻസങ് ആകെ പേടിക്കുന്നു. ഹ്യുങ്സോ ഒരിക്കൽ നിന്റെ തലവഴിയൊക്കെ നൂഡിൽസ് ഒഴിച്ചിട്ടില്ലായിരുന്നോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ചിൻസങ്ങും അതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹ്യുങ്സോനെ കൊന്നതിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അവനോട് നിനക്കൊരു ക്ഷമയെങ്കിലും ചോദിക്കുവാനായിട്ടുണ്ടോ എന്നൊക്കെ ഈജ ചോദിക്കുമ്പോഴത്തേക്കും അവൻ കാരണമാണ് ഇപ്പോൾ ഞാൻ ജയിലിൽ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യുങ്സോനെ കുറ്റപ്പെടുത്തുകയായിരുന്നു അവനും. ജിൻസങ്ങിന് ഒരിക്കലും ഒരു മാറ്റവും വരികയില്ല എന്ന സത്യമൊക്കെ ഈജ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹ്യുങ്സോ എപ്പോഴും നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കുമെന്ന കാര്യമൊക്കെ അവനോട് പറയുമ്പോഴത്തേക്കും അവനും ആകെ പേടിച്ചു പോകുന്നു.
ഈജ പോകുന്ന സമയത്തും ഹിങ്സോ നിന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരു സ്ട്രോബെറി മിൽക്കൊക്കെ അവൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ അത് കാണുമ്പോഴും പണ്ട് ഹിക്സോനെ ഉപദ്രവിച്ചതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ജിൻസങ് ഓർക്കുന്നത്. അങ്ങനെ അവനും ആകെ പേടിച്ച് മാനസിക നിലയൊക്കെ തെറ്റിയ രീതിയിൽ ഇരിക്കുകയാണ്. ഈജയ്ക്ക് ജിൻസങ്ങിനെ കൊല്ലണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവനെ കൊല്ലുവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ ഒരു ജയിലിലൊക്കെ കഴിയേണ്ടതായിട്ട് വരും. പക്ഷെ ഇപ്പോൾ താൻ ഇവന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ശിക്ഷയൊക്കെ വളരെ വലുതാണെന്നുള്ള കാര്യമൊക്കെ അവന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും തൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് ഇനി അവന് തോന്നുവാനായിട്ട് പാടില്ല. അതൊന്നും തോന്നാതെ ഹാപ്പി ആയിട്ട് ജീവിക്കുവാനായിട്ടായിരുന്നു അവൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ അവനും ജിയങ്ങും കൂടി ചേർന്നിട്ട് ജയിലിൽ നിന്നും ഇറങ്ങുകയാണ്. അവനെ കാത്ത ആ ഒരു അഡ്വക്കേറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു കാറൊക്കെ നിർത്തി ഇട്ടിരിക്കുന്നതും ഈജ ശ്രദ്ധിക്കുന്നു. അഡ്വക്കേറ്റ് ഈജയ്ക്ക് പണമൊക്കെ കൊടുക്കാനായിട്ട് തയ്യാറായിരുന്നെങ്കിലും ഇനി തനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹമെന്ന കാര്യമൊക്കെ ഈജയും പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പണം ഒന്നും തന്നെ മേടിക്കുവാനായിട്ട് അവൻ തയ്യാറാകുന്നില്ല. ഞാൻ ഒരിക്കലും റിയലായിട്ടുള്ള ആളുടെ കാര്യമൊന്നും പോലീസിനോട് പറയുകയില്ല. പക്ഷേ എനിക്ക് ഈ പണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവനും അവിടെ നിന്നും പോകുന്നു. ഇതിനു മുമ്പ് അവൻ പണത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട കാര്യമൊക്കെ ഓർക്കുകയും അതേ സ്ഥലത്ത് തന്നെ അവൻ എത്തിച്ചേരുകയും ചെയ്യുന്നു. അവനും അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടൊക്കെ എടുത്ത് പോകുമ്പോഴത്തേക്കും അവനെ ആരോ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവനും ഒരു വീടിന്റെ അകത്തേക്കൊക്കെ കയറി ചെന്നതിന് ശേഷം ചുവൺ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു 10 ബില്യനൊക്കെ കണ്ടെത്തുകയാണ്. മില്യൺസ് ഓഫ് വോൺസ് ഒക്കെ വില വരുന്ന ഒരുപാട് ഡയമണ്ട്സും ആ ഒരു കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു പണമൊക്കെ കൊണ്ട് തനിക്കൊരു വലിയ വീടും ഫാൻസി കാറൊക്കെ മേടിക്കുവാൻ സാധിക്കുമെന്ന കാര്യം അവനും മനസ്സിലാക്കുന്നു. പക്ഷെ ജയിലിൽ നിന്നും ഇറങ്ങിയ ഒരാൾ പെട്ടെന്ന് കുറെ പണമൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് സംശയം തോന്നുമല്ലോ. അതുകൊണ്ട് തന്നെ പതിയെ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവന് റെസ്റ്റ് എടുക്കുന്നു. അങ്ങനെ അവൻ ഉറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവൻ്റെ ശരിക്കുമുള്ള അമ്മ അടുത്ത് വന്നിരിക്കുന്നതായിട്ടൊക്കെ അവനും ഒരു സ്വപ്നം കാണുന്നു. പിന്നീട് അവൻ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ഇപ്പോഴത്തെ ബോഡിയുടെ ഓണറിൻ്റെ അമ്മയുടെ കോളൊക്കെ അവന് വരികയാണ്. പണ്ട് അവൻ സൂയിസൈഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്തും അവൻ്റെ അമ്മയുടെ കോളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവൻ അത് എടുക്കുവാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇത്തവണയും എടുക്കേണ്ട എന്നൊക്കെ അവൻ ഓർക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ അറിയാതെ അത് എടുത്തു പോകുന്നു. നീ എനിക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം തന്നെ ചെയ്തത്, അതുകൊണ്ട് തന്നെ നീ എന്നോട് ക്ഷമിച്ച് തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തുകയില്ലേ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും അവൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നു. അവനും സ്വന്തം അമ്മയോട് സംസാരിച്ചൊരു ഫീലൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവനും 2 ബാഗിലായിട്ടൊക്കെ പണം മാറ്റുന്നു. അതായത് അവനിനി ടൈസങ് ആയിട്ടാണ് ജീവിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വന്തം അമ്മയ്ക്ക് ജീവിക്കാനായിട്ടുള്ള പണമൊക്കെ ആവശ്യമായിട്ടുണ്ടല്ലോ. സോ ഈ ഒരു പണമൊക്കെ അമ്മയ്ക്ക് കൊടുക്കാമെന്നായിരുന്നു അവൻ്റെ തീരുമാനം. ബാക്കിയുള്ള പണം അവൻ ലോക്കറിലുമാക്കുന്നു. അങ്ങനെ ലോക്കറിലാക്കുമ്പോഴത്തേക്കും 4 ദിവസത്തേക്ക് മാത്രമായിരുന്നു ആ ഒരു ലോക്കറിലൊക്കെ പണം സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുക. അതിനു മുമ്പ് പണം എടുത്തില്ല എങ്കിൽ ആ ഒരു പണം എല്ലാം തന്നെ അവന് നഷ്ടപ്പെടുന്നതുമാണ്. അങ്ങനെ ഈ ടൈസങ് താമസിക്കുന്ന സ്ഥലത്തേക്കൊക്കെ നടക്കുമ്പോഴത്തേക്കും ആരോ ഒരാൾ അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവനും അമ്മയുടെ ഒരു കോളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അയാളും അവനെ കുത്തുന്നു. അവനും അയാൾ ആരാണെന്ന് മനസ്സിലാക്കാത്ത നിന്നെ അയച്ചത് ആരാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴായിരുന്നു 2 വർഷങ്ങൾക്ക് മുമ്പ് നീ കൊന്നിട്ടുണ്ടായിരുന്ന കുട്ടിയുടെ അച്ഛനാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് അയാളും നിൽക്കുന്നത്. നീ എൻ്റെ മകളെ കൊന്നിട്ടുണ്ടായിരുന്നെങ്കിലും നിനക്ക് വെറും 2 വർഷത്തെ ശിക്ഷ മാത്രമാണ് കിട്ടിയത്. പക്ഷെ നിന്നെ വെറുതെ വിടുവാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ ആ അച്ഛൻ പറയുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് ആ അച്ഛൻ അനുഭവിച്ച വേദനകളെക്കുറിച്ചൊക്കെ കാണിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ടൈസങ്ങിനോട് ചോദിക്കുമ്പോഴത്തേക്കും അവനും ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊരു മറുപടിയൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു അച്ഛനും എൻ്റെ മകൾ മരിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് വിഷമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവനും ജയിലിൽ നിന്നും ഇറങ്ങുന്ന സമയം തൊട്ട് അവനെ ഫോളോ ചെയ്തിട്ടായിരുന്നു അച്ഛനും നിന്നിട്ടുണ്ടായിരുന്നത്. തൻ്റെ മകൾക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യവും അവന് കിട്ടുവാനായിട്ട് പാടില്ല എന്ന് ഉറപ്പിച്ച അച്ഛനും അവനെ കൊല്ലുവാനായിട്ട് തന്നെ ആയിരുന്നു എത്തിയതും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാനായിരുന്നില്ല, മറിച്ച് മറ്റൊരാളായിരുന്നു നിങ്ങളുടെ മകളെ കൊന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആരോ ഒരാൾ ഇവരുടെ അടുത്തേക്കൊക്കെ വരുന്ന ശബ്ദം കേൾക്കുന്ന അച്ഛനും അവൻ അവിടെ തന്നെ ഇട്ടേച്ചോടുന്നു. അങ്ങനെ ഇരിക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ജിയങ് ആയിരുന്നു. നീ മരിച്ചു എന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. നീ മരിക്കാതിരുന്നത് നന്നായി. എനിക്ക് നിന്നെ കൊല്ലുവാനായിട്ടൊരു അവസരമൊക്കെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അവനും സന്തോഷിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈജയ്ക്ക് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഒരു കൂട്ടം ആൾക്കാരൊക്കെ ഈജനെ ഉപദ്രവിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കൂട്ടത്തിലെ ആൾ തന്നെ ആയിരുന്നു ജിയങ്ങും. ചിലരാകട്ടെ ഈജനെ കൊല്ലുകയാണെങ്കിൽ ജിയങ്ങിന് പണം നൽകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കൊല്ലുവാനായിട്ട് നോക്കുന്നതും. നിനക്ക് എത്ര രൂപ വേണമെങ്കിലും തരുവാനായിട്ട് ഞാൻ തയ്യാറാണെന്നൊക്കെ ഈജ പറയുന്നുണ്ടെങ്കിലും ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്ന നിനക്ക് എവിടെ നിന്നുമാണ് പണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിയങ്ങും അവനെ കുത്തുന്നു. 200 മില്യന് വേണ്ടിയിട്ടായിരുന്നു ജിയങ്ങും അവനെ കൊല്ലുവാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അവൻ മരിക്കുവാനായിട്ട് കിടക്കുമ്പോഴത്തേക്കും അവൻ്റെ അമ്മ അവനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കോളൊന്നും എടുക്കുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.